കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, കുടുംബം അനുഗ്രഹമാകുവാനായിട്ട് പഴയ നിയമത്തിൽ തോബീത്ത് തൻ്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന കൽപ്പനകളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നമ്മൾ ദിവ്യകാരുണ്യേശുവിന്റെ മുമ്പിൽ ധ്യാനപൂർവ്വം കടന്നു പോവുകയാണ്. ഇന്നേ ദിവസം നമുക്ക് തോബീത്ത് തോബിയാസിന് കൊടുക്കുന്ന 7ാമത്തെ നിർദ്ദേശം, കൽപ്പന ധ്യാനിക്കാം. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും, അലസത നാശത്തിനും പട്ടിണിക്ക് നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. നിറഞ്ഞവരെ, കുടുംബത്തിൽ നിന്നും അഹങ്കാരവും അലസതയും ഒഴിവാക്കണമെന്ന് തോബീത്ത് തൻ്റെ മകനായ തോബിയാസിന് ഉപദേശിക്കുന്നു. കുടുംബം ശിഥിലമാകുവാൻ കാരണമാകുന്ന 2 തിന്മകളാണ് അഹങ്കാരവും അലസതയും. ഇന്ന് ഭവനങ്ങളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകളുടെയും വഴക്കുകളുടെയൊക്കെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഈഗോയാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന രീതിയിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കുവാനും വാദപ്രതിവാദം നടത്തുവാനും അഹന്തയുടെ മേൽക്കുപ്പായം ധരിച്ച് അത് തിന്മയുടെ വലിയ അസ്വസ്ഥതകൾ കുടുംബത്തിൽ സൃഷ്ടിക്കാനും കാരണമാകുന്നു. നമുക്കറിയാം, ലൂസിഫർ തൻ്റെ സർവപ്രതാപത്തിൽ നിന്നും അധപതിച്ചത് അഹന്ത എന്ന തിന്മ മൂലമാണ്. ഞാൻ ദൈവത്തെ പോലെ ആകുമെന്ന് അവൻ അഹന്തയാൽ പറയുകയും അവൻ ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൻ ഇതാ തിന്മയുടെ ആഴത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. അങ്ങനെ അവൻ ലൂസിഫറായി, പാപത്തിൻ്റെ ഒരു പൂർണ്ണതയായി, തിന്മയുടെ അധിപതിയായി അവൻ മാറി. പ്രിയ നിറഞ്ഞവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ അഹങ്കാരം വരുത്തുന്ന വിനകളെക്കുറിച്ച് കൃത്യമായി വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം മാറിപ്പോകുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. പ്രിയ നിറഞ്ഞവരെ, വളരെ മനോഹരമായ അഹങ്കാരം എപ്രകാരം ഒരു കുടുംബത്തെ ശിഥിലമാക്കുന്നു, ഒരു മനുഷ്യനെ എപ്രകാരം കർത്താവിൽ നിന്ന് അകറ്റുവാൻ കാരണമാകുന്നെന്ന് വചനം നമ്മയോട് പറയുകയാണ്. അഹങ്കാരത്തിന് വിപരീതമായി എളിമ അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ, വിനയാന്വിതരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കുടുംബത്തിന് അനുഗ്രഹമായി മാറുകയാണ്. ആത്മീയാചാര്യന്മാർ പങ്കുവയ്ക്കുന്നു, വിനയത്തിൻ്റെ, എളിമയുടെ താഴ്വരയിലാണ് പുണ്യങ്ങളുടെ പുഷ്പങ്ങൾ വിരിയുക എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ എളിമയെക്കുറിച്ച് വളരെ മനോഹരമായി പ്രഭാഷകൻ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. അപ്പോൾ എളിമയോടെ ജീവിക്കുക, അഹന്തയെ ജീവിതത്തിനകത്ത്. ഒപ്പം തന്നെ തോബിയാസിന് കൊടുക്കുന്ന അതിൻ്റെ കൂടെയുള്ള നിർദ്ദേശമാണ് അലസതയെ പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുക. അലസതയും മടിയും കുടുംബത്തിൻ്റെ അനുഗ്രഹം നഷ്ടമാകുവാനായിട്ട് കാരണമായി തീരുന്നു. പണ്ടത്തെ
പൂർവികർ നമ്മെ പഠിപ്പിക്കുന്നു. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ നിറഞ്ഞവരെ, വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ അലസതയെക്കുറിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനം നമ്മൾ ഇപ്രകാരം വായിക്കും. 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ, അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിന് തുല്യം, അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. അലസത ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നു എന്ന് തോബീത്ത് വളരെ വ്യക്തമായി തന്റെ മകനായ തോബിയാസ് നിർദ്ദേശം കൊടുക്കുന്നു. പ്രിയ നിറഞ്ഞവരെയും, ദിവ്യകാനീശോയുടെ സന്നിധിയിൽ ഈ 2 തിന്മകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പരിപൂർണമായും മാറ്റുവാനായിട്ട് പ്രതിജ്ഞ നമുക്കെടുക്കാം. ഈശോയുടെ മുമ്പിൽ ഈശോയെ, ഞങ്ങളിലുള്ള അഹങ്കാരത്തെയും അലസതയെയും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമാകുവാനായിട്ട് നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എളിമയുടെ ഏറ്റവും മൂർത്തിഭാവമായി തിരുവോസ്തി രൂപനായി ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥ, ഇതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ അഹന്തയും അലസതയും എടുത്തു മാറ്റി എളിമയും ഉത്സാഹശീലവും ഞങ്ങളിൽ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമാകുവാനുള്ള കൃപ ഞങ്ങൾക്കേവർക്കും അങ്ങ് നൽകിയാലും. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനാഥനായ തമ്പുരാനി തോബീത്ത് തന്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാലും. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. എനിക്കെന്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനല്ലോ, കുരിശായി ചുമന്നവനല്ലോ. എനിക്കെന്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.